ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ പരിസര പഠനമാണ്. പുതിയ പാഠപുസ്തകമാണ്. 2026 മാറ്റം വരുത്തി വന്ന പുതിയ പാഠപുസ്തകമാണിത്. പരിസര പഠനത്തിലെ 2ാമത്തെ ചാപ്റ്ററായ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന പാഠമാണ് നമ്മൾ നോക്കുന്നത്. പാഠത്തിൻ്റെ മുഴുവൻ വിശദീകരണം, അതിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ, പാഠത്തിൻ്റെ അവസാനത്ത് വരുന്ന വിലയിരുത്താം. ഇതിൻ്റെ എല്ലാ ഉത്തരങ്ങളും മുഴുവൻ വിശദീകരണം അടങ്ങിയ ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. EVSന്റെ മാത്രമല്ല, പരിസര പഠനത്തിന് മാത്രമല്ല, മറ്റെല്ലാ സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളും മോഡൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നോക്കിയാലോ, ഇന്ത്യ എൻ്റെ രാജ്യം. അപ്പം നമ്മുടെ രാജ്യമാണ് ഇന്ത്യ അല്ലേ. ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിരിക്കുന്നു. ശേഷം ഇന്ത്യയുടെ പതാക, ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ചിത്രം മഹാത്മാഗാന്ധി അല്ലേ. മഹാത്മാഗാന്ധിയുടെ വേഷവിധാനത്തിൽ ഓരോ കുട്ടി നിൽക്കുന്നുണ്ട്. സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനം? ഓഗസ്റ്റ് 15 അല്ലേ. സ്വാതന്ത്ര്യദിന പതിപ്പ് നിർമ്മാണത്തിനായി വിവരങ്ങൾ ശേഖരിക്കാൻ കൂട്ടുകാർ ശ്രമം തുടങ്ങി. അവർ ടീച്ചറെ സമീപിച്ചു. ടീച്ചർ കുട്ടികളുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? ടീച്ചർ ചോദിച്ചു. നിങ്ങൾക്കറിയാമോ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരായിരുന്നു എന്ന്? ബ്രിട്ടീഷുകാർ. പക്ഷെ ബ്രിട്ടീഷുകാർ മാത്രമല്ല, ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിൽ പലയിടത്തും അധികാരം സ്ഥാപിച്ചിരുന്നു. ടീച്ചർ കൂട്ടിച്ചേർത്തു. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് ഭരിക്കാൻ തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. ടീച്ചർ അലമാരയിൽ നിന്ന് ഒരു ചിത്രകഥയെടുത്ത് അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. അപ്പം നമുക്കറിയാം, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് അല്ലേ. കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്നവർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് നമ്മളെ അടക്കി ഭരിച്ചു. അപ്പോൾ നമുക്ക് ഈ ചിത്രകഥയിലൂടെ അതൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ ചിത്രം നോക്കൂ. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ഇന്ത്യയിലെത്തിയത്. നിങ്ങൾക്കറിയാലോ, പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് വരുന്നത് ഈ പറയുന്ന കച്ചവടാവശ്യത്തിനാണ് വരുന്നത്. കുരുമുളകാണ് അദ്ദേഹം ഇവിടുന്ന് കൊണ്ടുപോയത്. പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യാപാരശാലകൾ സ്ഥാപിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അവർ നാട്ടുകാരെ തോക്കുകൾ കാട്ടി ഭയപ്പെടുത്തി കീഴടക്കി നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. അങ്ങനെ രാജാക്കന്മാരും കൃഷിയും കച്ചവടവും എല്ലാം അവരുടെ നിയന്ത്രണത്തിലായി. ക്രമേണ ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ പിടിച്ച് അടക്കിയത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, കൂട്ടുകാർ വായിച്ച ചിത്രകഥ നിങ്ങളും വായിച്ചില്ലേ? എങ്കിൽ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. ഇനി നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഉത്തരങ്ങൾ ഞാൻ ആ ചിത്രകഥയിൽ തന്നെ പറഞ്ഞു തരാം. വിദേശികൾ ഇന്ത്യയിൽ എത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഇതാണ് ഉത്തരം കേട്ടോ. ഒന്നെന്ന് ഞാൻ മാർക്ക് ചെയ്യാം. ഒന്നാമത്തതിൻ്റെ ഉത്തരമാണ് ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ഇന്ത്യയിലെത്തിയത്. ഇതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. നെക്സ്റ്റ്, വിദേശികൾക്ക് എളുപ്പത്തിൽ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? ഈ 2 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഉത്തരം പറയുന്നത്, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞതിൻ്റെ ഉത്തരമാണ്. പിന്നെ അടുത്തതിൻ്റെ ഉത്തരം പറയാം. അടുത്തത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് നോക്കൂ, ഇതുകൊണ്ടാണ് കേട്ടോ. അവർ നാട്ടുകാരെ തോക്കുകൾ കാട്ടി ഭയപ്പെടുത്തി കീഴടക്കി നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തു. തോക്കുകളും ആയുധങ്ങളും ഇവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത്. ഇനി ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഇഷ്ടപ്രകാരം ഒരു കാര്യവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ടായിരുന്നില്ല, ഇന്ത്യക്കാർക്ക് കേട്ടോ. പൊറുതിമുട്ടിയ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾ ചെയ്യാൻ തുടങ്ങി. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. ഇത്തരം സമരങ്ങൾ രാജ്യത്തുടനീളം വ്യാപിച്ച് വലിയ സ്വാതന്ത്ര്യ സമരമായി മാറി.
ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി ഉപ്പ് സമരം നടത്തുന്നില്ലേ, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ചിത്രമാണ്. നികുതി കൊടുക്കില്ല ഉപ്പിന്, നമ്മൾ അടിമച്ചങ്ങല പൊട്ടിക്കും, സബർമതിയിൽ നിന്നുയരുന്നു പോരാട്ടത്തിൻ കാഹളങ്ങൾ. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ സമയത്ത് പാടിയതാണത്. അപ്പം നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. ഗാന്ധിജി താമസിച്ചിരുന്ന സബർമതി ആശ്രമത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഈ മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു. വരിവരിയായി നീങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് മുന്നിലായി ഗാന്ധിജി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 24 ദിവസം നടന്ന് 390 കിലോമീറ്ററോളം ലക്ഷ്യസ്ഥാനമായ ദണ്ഡി കടപ്പുറത്തെത്തി. അവർ അവിടെ കടൽ വെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കി. അതിലൊരു പിടി കയ്യിലെടുത്ത് ഗാന്ധിജി ഉറക്കെ പ്രഖ്യാപിച്ചു, ബ്രിട്ടീഷുകാരെ, നിങ്ങൾക്ക് ഈ കൈകൾ തകർക്കാം, പക്ഷേ ഉപ്പ് കുറുക്കാനുള്ള ഞങ്ങളുടെ അവകാശം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. അക്കാലത്ത് കടൽ വെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. എന്നാൽ നമ്മുടെ കടൽ തീരത്തു നിന്ന് ഉപ്പുണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ഉപ്പിന് വൻതോതിൽ നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു. ഉപ്പുണ്ടാക്കിയാൽ ജയിൽ ശിക്ഷ നൽകുമെന്നായിരുന്നു നിയമം. ഇതിനെതിരായ സമരം ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ രാജ്യവ്യാപകമായി പടർന്നു പിടിച്ചു. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഇത്തരത്തിലുള്ള നിരവധി പോരാട്ടങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. മറ്റൊരു സമരം കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം നിങ്ങൾ എന്തായാലും പഠിക്കണം. ഗാന്ധിജി ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറം വരെ 390 കിലോമീറ്ററോളം കാൽനടയായി നടന്നു. 24 ദിവസം എടുത്ത് ദണ്ഡി കടപ്പുറത്തെത്തി. ഉപ്പ് കുറുക്കി, കടൽ വെള്ളം എടുത്തു ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു. ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. 1930 നടന്നത്. ഇത്രയും പഠിച്ചു വെക്കുക. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റൊരു ശക്തമായ മുന്നേറ്റമായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഈ സമരത്തിന് ആവേശമായി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ സമരാഹ്വാനം ജനങ്ങൾ ഏറ്റെടുത്തു. ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ സമരത്തിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഓഗസ്റ്റ് 9. മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇന്ത്യക്കാരായ നമുക്കും ലോകത്തിനു തന്നെയും പ്രചോദനമായ നേതാവാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് യഥാർത്ഥ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിന്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ബാപ്പുജി എന്ന് വിളിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയിലെ ബുക്കുകളിൽ നിന്ന് ശേഖരിച്ച് എഴുതുക കേട്ടോ. അടുത്തത് ഗാന്ധിജിയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ച മറ്റു ചില ദേശീയ നേതാക്കൾ. നമുക്ക് ചിത്രത്തിൽ തന്നിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയിലെ. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു. കുട്ടികളോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു. ചാച്ചാജിയെ നേരിൽ കാണുന്നതായി സങ്കല്പിച്ച് നോക്കൂ. അദ്ദേഹത്തോട് നിങ്ങൾ എന്തൊക്കെയാവും ചോദിക്കുക? 5 ചോദ്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ചോദ്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. നമ്മളിതിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം നൽകിയ കൂടുതൽ നേതാക്കളെ പരിചയപ്പെടൂ. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ അസഫ് അലി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്തതാണ്. നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെയാണ്? നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് അറിയാം. അപ്പം നമുക്ക് ആദ്യം വേണമെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം, എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ? താങ്കളുടെ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി എന്തൊക്കെ പോരാട്ടങ്ങളാണ് നടത്തിയതെന്ന് ചോദിക്കാം അല്ലേ. പിന്നെ എന്താണ് ചോദിക്കുക? അടുത്തത് ചോദിക്കാം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലേ.
പിന്നെ എന്തൊക്കെ ചോദിക്കാം? പിന്നെ താങ്കൾക്ക് കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്ന് വിളിച്ചു, അതായത് കുട്ടികളോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ അത് വേണമെങ്കിൽ ചോദിക്കാം, കുട്ടികളോട് താങ്കൾക്ക് ഇത്രയധികം ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, അതുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ ഇവിടെ സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ ഒക്കെയാണ് വേറെ നേതാക്കള്. ഇനി കേരളത്തിലെ സ്വാതന്ത്ര്യ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. പിന്നീട് അദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെട്ടു. അപ്പൊ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത അനേകം കേരളീയരുണ്ട്. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, എ കെ ഗോപാലൻ, അക്കാമ ചെറിയാൻ, എ വി കുട്ടിമാളു അമ്മ തുടങ്ങിയവർ അവരിൽ ചിലരാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങളാണ് പഴശ്ശി സമരങ്ങൾ, പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയവ. കേരളത്തിൽ നടന്ന ഇത്തരം സമരങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. അക്കാമ ചെറിയാന്റെ ചിത്രമാണിത്. എ വി കുട്ടിമാളു അമ്മ, എ കെ ഗോപാലൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ പി കേശവമേനോൻ, ടി കെ മാധവൻ, ഇവരുടെ പേരുകളൊക്കെ പഠിക്കുക കേട്ടോ. നിരന്തരമായ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിടേണ്ടി വന്നു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നു. അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അടുത്ത കാര്യം എന്താ? ഇന്ത്യക്ക് ഭരണഘടന തയ്യാറാക്കുക. ഇന്ത്യയുടെ ഭരണഘടന നമ്മുടെ പാഠപുസ്തകത്തിന്റെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യ ഭാഗത്തും അവസാന പേജും നോക്കിയാൽ നിങ്ങൾക്ക് എഴുതിയ കുറച്ച് കാര്യങ്ങൾ കാണാം. അത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പാഠപുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അത് വായിക്കൂ. ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നറിയാമോ? അത് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ ആണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സ്വതന്ത്ര ഇന്ത്യക്കായി നമ്മുടെ നാടിന്റെ നിയമങ്ങൾ അടങ്ങിയ പുസ്തകം തയ്യാറാക്കപ്പെട്ടത്. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. 1950 ജാനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അത് വേണം കേട്ടോ, 1950 ജാനുവരി 26. നമ്മുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിരവധി പേരുടെ നിസ്വാർത്ഥമായ സമരത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമാണെന്നത് നാം മറന്നുകൂടാ. ഈ സ്വാതന്ത്ര്യത്തെ വിലമതിക്കേണ്ടതും കാത്തുസൂക്ഷിക്കേണ്ടതും ഇന്ത്യക്കാരായ നാം ഓരോരുത്തരുടെയും കടമയാണ്. ഇനി വിലയിരുത്താം, ഉത്തരങ്ങൾ നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്, ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്യാം, 1947 ഓഗസ്റ്റ് 15 കേട്ടോ. അത് ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജാനുവരി 26. ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് 1948 ജാനുവരി 30. മാറിപ്പോവരുത് ഞാൻ പറഞ്ഞത്. ഇനി ശരിയോ തെറ്റോ? കെ കേളപ്പനെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നു. ശരിയാണ്. ഉപ്പു കയറ്റുമതിക്കെതിരെയുള്ള സമരമായി ഉപ്പു സത്യാഗ്രഹം. ദണ്ഡിയാത്ര പയ്യന്നൂരിൽ നിന്ന് തെറ്റാണ്. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ ഗുജറാത്തിലാണ്. അത് ശരിയാണ്. ഇനി ചിത്രീകരണത്തിലെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കണം. അത് തരാം. കുറിപ്പ് ഇതാണ്. മഹാത്മാഗാന്ധി ഭാരതത്തിന്റെ രാഷ്ട്രപിതാവാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത്. കരംചന്ദ് ഗാന്ധിയും പുതലിബായിയും ആയിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. വളരെ ലളിതമായ ജീവിത രീതിയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. അഹിംസ, സത്യാഗ്രഹം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന സമരമുറകൾ. ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ നിരവധി പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും ലളിത ജീവിതം കൊണ്ടും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അദ്ദേഹം മാതൃകയായി. 1948 ജാനുവരി 30 അദ്ദേഹം അന്തരിച്ചു.
തുടർ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യദിന പതിപ്പ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ലെസൺസിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.